ശ്രീ സി പി ജോൺ ഒന്ന് ഇടപെടട്ടെ. CPM-നൊപ്പം നിൽക്കുന്നതായിരുന്നു MVR-ന് കരുത്താവുമായിരുന്ന കാര്യം എന്നും അതോടൊപ്പം തന്നെ MVR-നെ കൂടെ നിർത്തുന്നത് CPM-നും കരുത്താകുമായിരുന്നു എന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. താങ്കൾ അടക്കമുള്ള നേതാക്കൾ എങ്ങനെ കാണുന്നു? താങ്കൾക്ക് മറിച്ചൊന്ന് മുൻകാല തീരുമാനങ്ങളെ തള്ളിപ്പറയാൻ കഴിയില്ല എങ്കിലും എങ്ങനെ കാണുന്നു അത്? തീർച്ചയായിട്ടും CPM-നോടൊപ്പം നിൽക്കാൻ ഞങ്ങളെല്ലാവരും MVR-നോട് പറയുകയും MVR അത് ആഗ്രഹിക്കുകയും ഞങ്ങളത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ഞാൻ ഓർക്കുന്നുണ്ട്, EP കൃഷ്ണൻ നമ്പ്യാർ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം EMS-നെ പോയി കണ്ടു. EMS-നെ പോയി കണ്ടപ്പോൾ EMS ചെവി കൊടുത്തില്ല. 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. വാസ്തവത്തിൽ CPM-ൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. അത്തരമൊരു അന്തരീക്ഷവും പാർട്ടി ഉണ്ടായിരുന്നില്ല. അതൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ആ രാഷ്ട്രീയ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത MVR അല്ല, വാസ്തവത്തിൽ AK നായനാരായിരുന്നു. MVR-ന് വേണ്ടി ഏറ്റവും മനോഹരമായി പ്രസംഗിച്ചത് ശിവദാസൻ മേനോനാണ്, ദക്ഷിണാമൂർത്തിയാണ്. അതുപോലെ തന്നെ ഇന്നും CPM-ൽ നിൽക്കുന്ന നേതാക്കന്മാരാണ്, എംപിച്ചുവാവയാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പുറത്താക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കൊടുങ്കാറ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നേ ഇല്ല. പക്ഷേ അദ്ദേഹം തലകുനിച്ചില്ല. ഇങ്ങനെ ഒരു വഞ്ചനയുടെ കഥയുണ്ടോ ഇതിന് പിന്നിൽ? തീർച്ചയായിട്ടും അദ്ദേഹം വഞ്ചിക്കപ്പെടുകയായിരുന്നു. 1985 നവംബർ മാസം 25 തീയതി തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ഈ വിയോജനക്കുറിപ്പ് അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കുകയും ആ വിയോജനക്കുറിപ്പ് ചർച്ച ചെയ്യുകയും ആ വിയോജനക്കുറിപ്പിന് ഭൂരിപക്ഷം കിട്ടാതെ വന്ന് ഞങ്ങളത് ബലത്തിൽ പിൻവലിക്കുകയും ആരും അതിന് വോട്ട് ചെയ്തില്ല. അപ്പൊ അന്ന് കണ്ണനും ഞാനും പറഞ്ഞതാണ് വോട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വോട്ട് ചെയ്യണ്ട. അങ്ങനെ വോട്ട് ചെയ്യാതിരുന്നതോടുകൂടി ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഗൂഢാലോചന പിന്നെ 12-ാം പാർട്ടി കോൺഗ്രസ് കൽക്കട്ടയിൽ നടന്നപ്പോൾ നടക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ പോലും പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു പറയുന്നു AK നായനാരെ പോലും ശാസിച്ചു. ശ്രീ സി പി ജോൺ തിരിച്ചെത്താൻ താങ്കളിലേക്ക്. ശ്രീ പന്നിന്റെ വിതരൻ പല കാലങ്ങളിൽ പറ്റിയ തെറ്റുകൾ UDF പാളയത്തിലേക്ക് ശക്തരായ 2 നേതാക്കളെ CPM സംഭാവന ചെയ്തു, ഗൗരിയമ്മയും MVR-ഉം. അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നുകയുണ്ടായി. അവസാനം ദുർബലരായ ഗൗരിയമ്മയെയും MVR-നെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ കണ്ടത്. മറ്റൊരു പാർട്ടിയെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും പൊതുവെ ഉള്ള ഒരു ഇടതുപക്ഷ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഈ ചർച്ചകളെ എങ്ങനെ കാണുന്നു? അല്ല, അങ്ങനെ മാത്രം ലഘൂകരിച്ച് കാണുന്ന ഒരു കാര്യമല്ല. MVR എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹം ഒരു ഇച്ഛാശക്തിയോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ കാര്യം ശരിയാണെങ്കിൽ അവസാനം വരെ അതിന്റെ കൂടെ നിൽക്കും. അതാണ് MVR-ന്റെ പ്രത്യേകത. ആ കൂടെ നിന്നപ്പം CPM ഉണ്ടായിരുന്ന പ്രശ്നമാണ് പിന്നെ പുറത്താക്കിയത്. ആ പുറത്താക്കിയ ന്യായത്തെക്കുറിച്ചൊരു വലിയ ചർച്ചയ്ക്ക് പോകുന്നതിന് പകരം MVR എന്ന് പറയുന്ന ശക്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ സത്യസന്ധതയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം. അദ്ദേഹം ഒരു ബദൽ രേഖ അവതരിപ്പിക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുവെയുള്ള കാര്യമല്ല. എല്ലാ പാർട്ടി കോൺഗ്രസിലും ബദൽ അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, അവസാനമായി 6-ാം പാർട്ടി കോൺഗ്രസിൽ 3 അഭിപ്രായം വന്നതാണ്. അവസാനം ആ 3 അഭിപ്രായം വന്നപ്പം അജയ് ഘോഷ് പ്രസംഗമാണ് അവസാനം തീരുമാനമായിട്ട് വന്നത്. ഇങ്ങനെ പലപ്പോഴും ഉണ്ടാകാറ് പതിവുണ്ട്. രേഖകൾ പലതുണ്ടാകും. EMS-ന് രേഖയുണ്ടായിരുന്നു, അതുപോലെ മറ്റ് 2 രേഖകൾ വേറെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും ഓരോ രേഖകളും വന്നാൽ അവസാനം അത് തീരുമാനമാകാറ് പതിവ്. എന്നാൽ MVR ആ അഭിപ്രായം അവിടെ അവതരിപ്പിക്കുകയും ആ അഭിപ്രായത്തിന്റെ പിന്നിൽ തന്നെ അദ്ദേഹം മനസ്സാ വാചാ കർമ്മ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉറപ്പിക്കാൻ അധികാരമുണ്ട്. ഭൂരിപക്ഷ തീരുമാനം പാർട്ടി അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിൽക്കാനുള്ള സാധാരണ ഒരു പ്രവർത്തകന്റെ ഒരു പാർട്ടിയുള്ള ബാധ്യത അദ്ദേഹം നിറവേറ്റും ചെയ്തു. എന്നാൽ ഉണ്ടായ കാര്യങ്ങൾ CP ജോൺ പറയും പോലെ എനിക്കത് പൂർണ്ണമായും അറിയില്ല, പുറത്തല്ലേ അറിയും. ജോണൊക്കെ ഉള്ളിലുള്ള ആളുകളാണ്, പുറത്തറിയുന്ന കാര്യങ്ങളില്ലേ. ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഉറപ്പിക്കുന്നു, MVR മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ആ തയ്യാറാകുന്ന രീതിയല്ല. ശ്രീ പന്നിന്റെ വിധേയൻ, താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ഉൾപാർട്ടി ചർച്ചകൾ നടക്കും, അല്ലെങ്കിൽ ശ്രീ പന്നിന്റെ വിധേയൻ ഉൾപാർട്ടി ചർച്ചകൾ നടക്കും, വിവിധമായ അഭിപ്രായങ്ങൾ വരും. അപ്പോൾ അത്തരം ഒരു ചർച്ചയ്ക്ക് ആ പാർട്ടിയിൽ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണോ? അല്ലെങ്കിൽ NV രാഘവന്റെ കാര്യത്തിലെങ്കിലും അങ്ങനെ സംഭവിച്ചോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഉൾപാർട്ടി ചർച്ച പാർട്ടിക്കകത്ത് ശക്തമായി നടക്കാറ് പതിവുണ്ട്. ആ ഉൾപാർട്ടി ചർച്ച നടത്തിയ ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാറുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിഭാസമാണ്. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴെനിക്കത് വലിയ പിടിയില്ലെങ്കിലും ജോണിനെപ്പോലുള്ള ആളുകൾക്ക് പിടിയുണ്ടാവും. ഞാൻ അതിനെ എതിർക്കാനും പോകുന്നില്ല, അനുകൂലിക്കാനും പോകുന്നില്ല.
ഞാൻ പൊതു ധാരണ വെച്ചുകൊണ്ട് പറയാണ്. സി പി ജോൺ ഇപ്പോഴും ടെലിഫോൺ ലൈനിലുണ്ട്. തിരിച്ചെത്താൻ താങ്കളിലേക്ക് സി പി ജോണിലേക്കും. ശ്രീ കെ രവീന്ദ്രനാഥ്, ഇതായിരുന്നു അന്നത്തെ ഒരു ചർച്ച. അതല്ലെങ്കിൽ ബദൽ രേഖയ്ക്ക് കാരണമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് വെച്ച ന്യായങ്ങൾ, ആ ന്യായങ്ങൾ ഇപ്പോഴും ചിലപ്പോഴൊക്കെ നിലനിൽക്കുന്നു. പലപ്പോഴും പാർട്ടിയിൽ ഇത്തരം ചർച്ചകൾ വരുന്നു. കെ മാണിയുമായി സഹകരിക്കാം തുടങ്ങിയ ചർച്ചകൾ വരുന്നു. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കോൺഗ്രസിനോട് പോലും ചേർന്ന് നിൽക്കാമെന്ന ചർച്ച വരുന്നു. BJP വലിയൊരു അധികാര ശക്തിയായി രാജ്യത്ത് വളരുമ്പോൾ കോൺഗ്രസിനോട് പോലും വലിയ ശത്രുത ആവശ്യമില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് വരുമ്പോൾ ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ MVRലെ ചില ശരികളെ നാം കണ്ടെത്തേണ്ടതല്ലേ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, MVRന്റെ മരണവാർത്ത ഇന്ന് രാവിലെയാണ് ഞാൻ കേട്ടത്. അത് നിരവധി വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകൻ്റെ നിര്യാണം, അത് ആദ്യമായിട്ട് ഞാൻ അനുശോചിക്കുകയാണ്. MVRന്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്, ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കാലാകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആനുകാലിക നയങ്ങൾ അവലോകനം ചെയ്ത് തിരുത്താറുണ്ട്, മാറ്റാറുണ്ട്. CPM അത് CPMൻ്റെ കോൺഗ്രസ്സിൽ വെച്ചും 2 കോൺഗ്രസ്സുകൾക്കിടയിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും PBയും ആലോചിച്ചും അത്യാവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള പുതിയ നയങ്ങൾ ആവിഷ്കരിക്കും. MVR ബദൽ രേഖ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെ എതിർക്കുന്നതോടൊപ്പം വർഗീയ പാർട്ടികളുമായിട്ട് ഒരു സഹകരണം വേണ്ട എന്ന സമീപനം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPM എടുത്തു. MVRന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. MVR അത് സംബന്ധിച്ചൊരു ബദൽ രേഖ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനെപ്പറ്റി സജീവമായിട്ട് പാർട്ടി കോൺഗ്രസ്സിലും സമ്മേളനങ്ങളിലുമൊക്കെ ചർച്ച നടത്തിയിട്ടാണ് പോയത്. ആ സമീപനം ബദൽ രേഖയിൽ MVR എടുത്തത് ഐക്യമാകാമെന്നുള്ളതാണ്, ലീഗുമായിട്ടും ഒക്കെ. ആ സമീപനം CPMൻ്റെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ആണ് പിന്നീട് അടുത്ത് വന്ന തെരഞ്ഞെടുപ്പ് കാണുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ MVRൻ്റെ ബദൽ രേഖയിൽ ഉന്നയിച്ചിരുന്ന സമീപനം ശരിയായിരുന്നില്ല. അന്നത്തെ സാഹചര്യങ്ങളിൽ CPM എടുത്ത നിലപാടാണ് ശരിയെന്ന് പിന്നീട് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെ കാണിച്ചു. കാരണം ലീഗ് നേതൃത്വം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ സഹകരണമില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷം കിട്ടുകയോ അധികാരത്തിൽ വരികയോ ചെയ്യില്ലെന്നാണ്. നേരെ മറിച്ച് ആ അവകാശവാദം തെറ്റാണെന്ന് അത് 87-ലെ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ശ്രീ കെ രവീന്ദ്രനാഥ്, തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ CP ജോൺ, അവിടെ പലപ്പോഴുമായി ലീഗുമായി കെട്ടുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചത് EMS ആണ്. EMSനെയും നായനാരെയും നിശിതമായി വിമർശിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും MVR. അത് ആത്മകഥയിലും അതേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നായനാർ വിമർശിക്കപ്പെട്ടതും EMS വിമർശിക്കപ്പെട്ടതും 2 പ്രശ്നങ്ങളുടെ പേരിലാണ്. EMS MVRന്റെ നയത്തെ തുറന്നെതിർത്ത ആളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിരുന്നു. പക്ഷെ നായനാരാണ് വാസ്തവത്തിൽ MVRനോട് ഇത്തരത്തിലുള്ള ഒരു രേഖ തയ്യാറാക്കാനും അത് അവതരിപ്പിക്കാനുമെല്ലാം ആവശ്യപ്പെട്ടത്. സെൻട്രൽ കമ്മിറ്റിയിൽ നായനാർ വാദിച്ച കാര്യങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വാദിച്ചത് MVR ആയിരുന്നു എന്ന് മാത്രം.
പക്ഷെ ഇവിടെ കെ എൻ രവീന്ദ്രനാഥ് അദ്ദേഹത്തെ പോലെ സംശുദ്ധ രാഷ്ട്രീയമുള്ള ഒരു രാഷ്ട്രീയ നേതാവൊന്നും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തുള്ള മുഴുവൻ ബഹുമാനം നടത്തിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതിലൊരു ഗ്യാപ്പ് എവിടെയാന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, പക്ഷെ ആ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ എന്തിനാണ് സംഘടനാപരമായി MVRനെ പുറത്താക്കിയത്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. രാഷ്ട്രീയം മാറി മറിഞ്ഞു വരും. ഇന്നെടുക്കുന്ന രാഷ്ട്രീയം നാളെ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ കാലത്തേക്കുമായിട്ട് ഒരു രാഷ്ട്രീയം എഴുതി വെച്ചാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല. അപ്പൊ അതൊരു മതഗ്രന്ഥം പോലെയല്ല രാഷ്ട്രീയ പ്രമേയം, മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ രാഷ്ട്രീയ പ്രമേയത്തിനുള്ള ചർച്ചയുടെ തുടർന്ന് അനുവദിക്കപ്പെട്ട വിയോജനക്കുറിപ്പ്, ബദൽരേഖാന്ന് പിന്നെ പറഞ്ഞതാണ് പത്രങ്ങള്, ആ വിയോജനക്കുറിപ്പ് ഇപ്പോ യെച്ചൂരി ഒരു വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ചല്ലോ. ഏതാണ്ട് ആ സമാനമായിട്ട് വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ചപ്പോൾ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. ശ്രീ സി പി ജോൺ, എന്തിനാണ് പുറത്താക്കിയത് അല്ലെങ്കിൽ നടപടിയെടുത്തത് തുടങ്ങിയ ചോദ്യം താങ്കൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ ഉത്തരവും താങ്കളിൽ തന്നെ ഉണ്ടാവും. എന്താണ് താങ്കളുടെ നിഗമനം? അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ഗൂഢാലോചനയായിരുന്നു. അതൊരു സ്റ്റാലിനിസ്റ്റ് ശൈലിയാണ്. യെസ്, ശ്രീ സി പി ജോൺ, ശ്രീ കെ എൻ രവീന്ദ്രനാഥ്, അതാണ് ആ കാലം മുതൽക്ക് തന്നെ CMP വിഭാഗം അല്ലെങ്കിൽ MV രാഘവന്റെ കൂടെയുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നോടാണോ? അതെ അതെ. ഈ അന്ന് CPM-നകത്ത് അന്നും ഇപ്പോഴും രാഷ്ട്രീയ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ വരും. അത് പറയാനുള്ള സ്വാതന്ത്ര്യം CPM-നുള്ളിൽ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് പറയണത് അവതരിപ്പിക്കുന്നതും ഒരു കുറ്റമായിട്ട് CPM കാണുന്നില്ല. നേരെ മറിച്ച് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നത് CPM-ൻ്റെ ഭരണഘടനയ്ക്കകത്തും നിന്നുകൊണ്ടും CPM-ൻ്റെ സംഘടനാ തത്വങ്ങൾ പാലിച്ചുകൊണ്ടും വേണമെന്നുള്ളതിലാണ് CPM അനുശാസിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും CPM-നകത്തുള്ളവർക്കൊക്കെ CPM അനുവദിക്കാറുണ്ട്. ഇപ്പം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൂചിപ്പിച്ച യെച്ചൂരിയുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ചില പ്രശ്നങ്ങളെപ്പറ്റി യെച്ചൂരിയുടെ മാത്രമല്ല പലരുടെയും അത് സംബന്ധിച്ചൊരു ദീർഘമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ എൻ രവീന്ദ്രനാഥ്, തിരിച്ചെത്താം താങ്കളിലേക്ക്.